നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം കോഴിക്കോട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ടൗൺ ഹാൾ തുറന്നു നൽകി. 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയാണ് ടൗൺ ഹാൾ തുറന്നത്. കോഴിക്കോട്ടുകാർക്കിനി സംഗീത സായാഹ്നങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ 4 മാസക്കാലമായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ട ടൗൺ ഹാൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. വേദിയിലെ സൈഡ് കർട്ടനുകൾ മാറ്റി മരത്തിന്റെ പാളികളാക്കി. പഴയ 300 കസേരകൾക്ക് പകരം പുതിയ കസേരകൾ സ്ഥാപിച്ചു. ചുമരുകളിലെ വെള്ള ലൈറ്റുകൾ മാറ്റി ആന്റിക് ശൈലിയിലുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചു. ചായം പൂശി. കാലത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണമാണ് ഇവിടെ നടന്നതെന്നും മികച്ച ഹാളുകളുടെ കാര്യത്തിൽ നമുക്ക് മുന്നേറാനായിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. നമ്മുടെ നഗരത്തിന് വലിയ നിലയ്ക്ക് മാറ്റങ്ങൾ കാണാൻ സാധ്യമാകുന്ന നിലയിലേക്ക് LDF സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇനിയും നമുക്ക് ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ആലോചിച്ചുകൊണ്ട് പല പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ടൂറിസം വകുപ്പ് കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നഗരത്തിൽ ഇനി എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത് എല്ലാവരും ചേർന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, MLA അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.